ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് അതിനെ പോലെ എപ്പോഴും നയിക്കാമേ. വെറുതെ ഒരു ഭ്രാന്ത്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നമുക്കന്ന് TV കാണാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നാടൻ സാധനങ്ങൾ കുറെ കിട്ടും. പഴുത്താണത്. മേത്തിക്കറിയരുത്. ഇത് പിടിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് മാങ്ങ പറക്കണം, മാങ്ങ പൊട്ടിക്കണം. ഇത് ഇവിടെ ഇട്ടാ പോരെ? തേങ്ങ ഇപ്പൊ ഉള്ളത് 2 എണ്ണം മതി. നമ്മുടെ അടുത്ത് അവിടെ ഉണ്ട്, 1 എണ്ണം ഉള്ളൂ. നമുക്ക് 2 3 എണ്ണം മാക്സിമം, അത് മതി. അപ്പൊ ഇന്ന് കോഴിക്കോട്ടെ ശനിയാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും വൈറ്റ് ലോക്സിന്റെ അത് സ്വാഗതം അറിയോ. വൈറ്റ് ലോക്സിന്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കോഴിക്കോട്ടെ ശനിയുടെ ആശംസകൾ. അപ്പൊ നമ്മള് കോഴിക്കോട്ടെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ വീട്ടില് 1 എണ്ണം ഇരിപ്പുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്ന് തേങ്ങ ഫ്രഷ് ആയിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ചു. സൗണ്ടൊക്കെ ഇച്ചിരി പോയിരിക്കുക. ഗ്രേസിന് വെക്കേഷൻ തുടങ്ങി. ഇന്ന് ഗ്രേസിനെ സ്റ്റീവിന്റെ കൂടെ പറഞ്ഞയച്ചു. 2 പേരും കൂടി ഭയങ്കര സന്തോഷത്തില് പോയിക്കണേ. ഇപ്പൊ വെട്ടണ്ട ചേട്ടാ, ഇവിടെ ഓൾറെഡി ഇപ്പൊ കൊല ഉണ്ട്. പിന്നെ ഇത് ഇച്ചിരി മൂക്കാണ്ടെന്ന് തോന്നുന്നു. ഇനി ഇല്ലേ തേങ്ങ? നമ്മൾ 2 ദിവസം മുമ്പ് പറക്കിയതായിരുന്നു. അതാണ് ഇനി ഉണ്ടാവുമെന്നറിയില്ല. മൂക്കടഞ്ഞിരിക്കണേ. എന്റെ സൗണ്ട് ഉണ്ടാവോ? ഞാൻ വിചാരിക്കണ എനിക്ക് ഭയങ്കര സൗണ്ട് ഉണ്ടെന്ന്. പക്ഷെ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് എനിക്ക് സൗണ്ട് ഇല്ല. ഇല്ലെന്ന് പൊട്ടത്തേങ്ങ. വാഴല അവിടെ ഉണ്ടാ? അവിടെ നമ്മൾ വെച്ച വാഴയമ്മ ഒരു പീസ് നമുക്ക് നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോ അടിയിൽ ഒരു സപ്പോർട്ടിന് വെക്കാം. വാഴലയുടെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ വരില്ലേ? അപ്പൊ അത് മതി. ഇത്തെ കായക്കൊല ഇങ്ങനെ ഇതായിട്ടൊക്കെ ഉണ്ടാവും. മൂത്തിട്ടേ ഇല്ല. സുന്ദരമായ കൊയ്ത്ത് കഴിഞ്ഞു. ഞങ്ങള് UP പോയ സമയത്തായിരുന്നു കൊയ്ത്ത്. അടിപൊളി. ചെളി ഉണ്ട് അവിടെ. അല്ലപ്പോ ചേട്ടന് ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണല്ലേ. ഞാനിരിക്കോടെ ചെറുപ്പത്തിൽ ഉച്ചക്ക് ഈ എന്റെ വീട് ഈ പാടത്തിന്റെ അവിടെ ഉണ്ട്, അപ്പുറത്താണ്, അറ്റതാണ്. ഞങ്ങള് ഈ വെക്കേഷൻ സമയത്ത് ഉച്ച നേരത്ത് വെറുതെ ഒരു ഭ്രാന്ത്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നമുക്കന്ന് TV കാണാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ നടക്കും. പിന്നെ പൊടിച്ചിമീനില്ലേ, പൊടിച്ചിമീനെ പിടിക്കാൻ ഇവരുടെ കൂടെ ചേട്ടന്മാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ ഈ പാടത്തിക്കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് ചെറുപ്പത്തിലെ ഈ വഴിക്കോടെ. ഉവ്വ, ഇവിടെ എവിടെ പകുതി എത്തിയപ്പോ 2 പാമ്പ് തിരിച്ചോടി. അതല്ല, അങ്ങനെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. 2 പാമ്പ് ഇങ്ങനെ എന്തൊരു പറയാ, എണ്ണചേരണ്ടല്ല എന്നല്ല പറയണേ. എന്തായാലും അങ്ങനെ നിക്കണ ഒരു ഇതിൽ ഞങ്ങള് പേടിച്ചങ്ങോട്ട് ഓടി. അവര് ഞങ്ങളുടെ പിന്നാലെ ഓടി. പാമ്പുകളുണ്ട്. ഇവിടെ പാമ്പുണ്ടാവോ? അല്ല, സത്യമായിട്ട് ഞങ്ങളുടെ പിന്നാലെ ഓടി. അല്ല, 2 പാമ്പ് അങ്ങനെ നിക്കുമ്പോ നമ്മള് കാണുമ്പോ ദേഷ്യം വരില്ലേ? എന്തങ്ങനെ ചേട്ടന് സംഭവിച്ചിട്ടില്ല? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ പറയണേ? എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു ഒറ്റ ഓട്ടം. പിന്നെ ഞാൻ അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഇവിടെ വരെ ഓടി. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയല്ല. പിന്നെ ഞാൻ അതായത് ആ അറ്റത്തുനിന്ന് പാടം ഈ അറ്റം വരെ ക്രോസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ അതായിരുന്നു ലക്ഷ്യം. 1 പ്രാവശ്യം ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. വെറുതെ ഒരു രസം. അയ്യോ, തേങ്ങ എവിടെ? അതൊരു രസം നമുക്ക്. പക്ഷെ അന്നൊക്കെ എന്തൊരു ലോങ് ആയിരുന്നു നടത്തം. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ 1/2 കിലോമീറ്റർ പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വേണം, ബൈക്ക് വേണം, സൈക്കിൾ വേണം എന്ന് പറയണേ. അന്ന് ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ പോയാണ് സ്കൂളിൽ പോയോണ്ടിരുന്നത്. ശരിയാ, പാടത്തേക്കോടൊക്കെ അഷ്ടമിശ്രക്കൊക്കെ നടന്നു പോയിട്ടുണ്ട്. മാങ്ങേ ഇപ്പൊ തൽക്കാലം ഒരു 4-5 മാങ്ങ. എനിക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് അച്ചാറിടാം. പിന്നെ നമുക്ക് പിന്നെ വന്ന് മാങ്ങ പറക്കാം, പൊട്ടിക്കാം. വെറുതെ പൊട്ടിച്ചു വെച്ച് വേസ്റ്റ് ചെയ്ത് കളയണ്ട.
2 മാങ്ങ കറി വയ്ക്കാൻ 4 മാങ്ങ അച്ചാറിടാം. ഇനി നമുക്ക് ചോറ് കൊടുക്കാം, കുറച്ച് ദിവസം ചോറ് കൊടുക്കാം. ഈ തെങ്ങിൻ്റെ ഈ പ്ലാവിന്റെ ചക്ക സത്യം പറഞ്ഞാൽ ഇതുവരെ വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുത്തുണ്ട് ചേട്ടാ. അതായത് കേടുണ്ടെന്ന് കഴിച്ചു ഞങ്ങള്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഇങ്ങനെ ചൊറി പിടിച്ച പോലെ ഇരിക്കും 2 കുത്തൊക്കെ. അപ്പൊ ഒരു കഴിക്കാനൊരു മാനസികമായൊരു ഇതുണ്ട്. അങ്ങനെ ഒരു 6 മാങ്ങ മതിയേ, കൂടുതൽ വേണ്ട. ഒന്ന് വിളിച്ചു നോക്കാം. ഞങ്ങളുടെ നാളെ ഓശാനയല്ലേ, അപ്പോൾ ഓശാനയ്ക്ക് കുരുത്തോല വേണമെന്ന് പറയണ്ടായിരുന്നു. അപ്പം നമ്മുടെ തെങ്ങുമ്മേന്ന് ഇടാൻ വരുന്നു പറഞ്ഞു, കണ്ടില്ല. അവരുടെ വീട്ടിലൊക്കെ ഇടായിരിക്കും. മൂത്തത് ചെയ്ത് നല്ല മാങ്ങി, വലിയ മാങ്ങി. വേണ്ട, ഇത് ചെറുതല്ല, ഇത് മൂത്താണ്. അങ്ങനെ ചെറിയ വലുപ്പത്തിലൊക്കെ എന്താ എന്നാ താഴെയുള്ളത് പൊട്ടിക്ക്. ഇതുണ്ടോ? ഇത് മുമ്പ് എന്റെ മുഖത്തേക്ക് തെറിച്ചിട്ടുണ്ട്. എനിക്കും രണ്ട് നാട് പൊള്ളും. നമുക്ക് നല്ല മൂത്ത മാങ്ങ പൊട്ടിച്ച് ചാക്കിലാക്കി വെക്കായിരുന്നു, പഴുപ്പിക്കായിരുന്നു. മാങ്ങത്തൊലി ഉണ്ടാക്കണം, പിന്നെ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്രാവശ്യം ഒക്കെ നടത്തിയെടുക്കണം. മഴ വന്നേക്കാവുമ്പോ ചെയ്യണേട്ടാ ചേട്ടാ. എന്തെല്ലാം പ്ലാനുകളാണ്, നടക്കുവോ ഒക്കെ നമുക്ക് ചെയ്യാം. എവിടെ മതി ചേട്ടാ, ഓവറാക്കണ്ട. കൊറേ കൊണ്ടുവന്നാലേ പിന്നെ ചെയ്യില്ല, അതുകൊണ്ട് അത് മതി. നമുക്ക് തേങ്ങയും കൊണ്ട് പോവാം. മാങ്ങയും പൊട്ടിച്ച് പോവാണ്. തേങ്ങ അവിടെ അപ്പുറത്ത്. ഇരുമ്പുളിയാ? ഇരുമ്പുളിയല്ല, മറ്റേ പുളി, ചെറി പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടോ നോക്കാറുണ്ട്. അതും ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. കപ്പങ്ങ പൊട്ടിച്ചിട്ട് പോകാൻ പറ്റുമോ? വേണം, അർജുനാണെങ്കിൽ പൊട്ടിക്കാം. കന്ന പൊട്ടിക്കാം. ഒരു നീ പിടിക്കണേ പൊട്ടിക്കാം. കപ്പങ്ങ അവിടെ ഉണ്ട്, പക്ഷേ നീ ഗ്രേസിന്റെ സ്കൂളിൽ പോകേണ്ട ദിവസം. കോഴീസ് ബൈ ബൈ. കൊത്തു കൂടുന്ന ആൾക്കാർ അവൻ കൊത്തി ഓടിക്കുന്നതാ. അതെ, കൊത്തുകൂടലിന് ശാശ്വത പരിഹാരം. ജോണ തിന്നടാ, നിനക്ക് ഇത്ര തീറ്റ തന്നിട്ട് നിനക്ക് വേണ്ടാന്നാ. നാളെ തുടങ്ങി ചോറുണ്ടാ. കനയങ്ക്രീക്കൊന്നും ഉണ്ടാവില്ല നാളെ തുടങ്ങി. ഓക്കെ. ആക്ച്വലി ഇതിന് ചോറുണ്ട് ഇഷ്ടം ഇതിനെ കാണും അല്ലേ? അല്ലേ നോട്ടെ കുഞ്ഞോട്ടെ. ഇരുമ്പുളി ഒരെണ്ണുണ്ട് അവിടെ, വേറൊന്നും കാണാല്ല. അത് അവിടേക്ക് ഉണ്ട് ട്രീ, ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. നീ എത്ര തേങ്ങ വേണം? അത് തേങ്ങ ആണോ? മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ചുക്ക് പൊടിയല്ല, ചുക്കാണ്. അത് നമുക്ക് പൊടിച്ചാ പോരെ? മിക്സിയിലിട്ട പൊടി. പിന്നെ അച്ചാറുണ്ടാക്കാൻ എണ്ണയില്ല, അത് മാത്രം മേടിക്കണ്ടു. ഓക്കെ. ആ സ്പ്രിംഗ്ലർ ഒന്ന് ഓണാക്കിട്ട് പോവാം. മഴ പെയ്തെങ്കിലും അവിടെ ഇതായിട്ടില്ല. ഇന്നലെ രാത്രി മഴ പെയ്തില്ല വെളുപ്പിന്, പക്ഷെ അത്ര നനവൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്ന് നനയാം. സ്പ്രിംഗ്ലർ അടിച്ചിട്ടിട്ട് പോകുന്നതായിരിക്കും അതിന്റെ രീതിക്ക് നല്ലത്. ഓണായിക്കൊണ്ടിരിക്കാം. വെള്ളം ഉണ്ട്, വരും. ഒരു സൈഡിൽ നിന്ന് തന്നെയുള്ളൂ, നമ്മുടെ ബാക്കിക്ക് തന്നെയില്ലല്ലോ. എന്തൊരു ചെറിയൊരു ഇത് സ്ലോ മോഷൻ എല്ലാവിടെയും കുടിക്കുന്നു തന്നെയില്ല, ഒരു പവറില്ല. നോക്കിട്ടോ.
എന്താണാവോ? ആ എന്ത് ചക്ക വീണ? ഓ ശേ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തിട്ട് ചെയ്യാ? ഒട്ടിക്കാണ്ട് നനയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ പെയ്ത മഴേനോട് നന്ദി പറയാ. മഴ മരിക്ക് കിട്ടിയിട്ടില്ല. ആണ് എന്നാലും ഇതായി പോയല്ലോ. ഞാൻ ഒരു ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് അത് പൊട്ടിച്ചെതിർക്കും. നല്ല ഫോഴ്സിലായിരിക്കും വീണ്. അതിന്റെ ലോസ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ കുളിക്കാൻ പറ്റണം. പൈപ്പ് 2 പീസായി പോയി. പറഞ്ഞു ലോസ്. എന്റെ ചക്കയല്ല പ്ലാവേ, എന്തിനീ ചത് ചെയ്തു? കുറ്റം പറയണ്ട, കാരണം ഇവിടെ കിട്ടിയില്ലേ, പൈപ്പിലേക്ക് നമ്മൾ കുറെ ഫോഴ്സ് അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലാളുടെ ആരോഗ്യം കുറഞ്ഞുണ്ടാവും. നല്ല പ്രഷർ പൈപ്പാണ്. സാരില്ല അതെന്തായാലും മാറ്റാറായിട്ടുണ്ടാവുമായിരിക്കും. മാറ്റല്ല, അതിന് ആരോഗ്യം കുറഞ്ഞോണ്ടായിരിക്കാം. ഇന്നലത്തെ മഴയിൽ എങ്ങനെ കാറ്റ് എന്തെങ്കിലും ഉണ്ടായി വീണതായിരിക്കും ചക്ക. കാരണം ചെറിയ ചക്കയാ. നമുക്ക് ഇവിടെ നിന്ന് തമ്പിച്ചാട്ടന്റെ കടയിൽ നിന്ന് മേടിക്കാം. തമ്പിച്ചാട്ടനില്ലല്ലോ, കാണാനില്ല. അതേ കുഞ്ഞി മാങ്ങ വന്നിരിക്കുന്നു, ചപ്പിക്കുടിയൻ മാങ്ങ. നല്ല പഴുത്ത മാങ്ങ. പഴുത്ത മാങ്ങ. തമ്പിച്ചാന്റെ വീടിനോട് തൊട്ടടുത്തായോണ്ട് തമ്പിച്ചാന്റെ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ പോകും. എല്ലാവർക്കും ചായ ആയിട്ട് വരും. ചായ കൊണ്ട് തന്നെ വീട്ടിൽ പോവാ, ചായ എടുത്തിട്ട് വരാ, ഇവിടെ വന്നിരുന്ന് കുടിക്കുക, കച്ചവടം. ആഹാ. ഓ, കോഴിക്കോട്ടെ സ്പെഷ്യൽ ആയിട്ടാണോ ശർക്കര കൊണ്ടുവച്ചാണ് പാക്ക് ചെയ്ത്? ഇവിടെ നിന്നുണ്ട് കൂർക്ക കിട്ടാറ് ഇതേപോലെ പാക്ക് ചെയ്തിട്ടുള്ള. പിന്നെ നമ്മുടെ പഴം, പച്ചക്കറി, മരക്കിഴങ്ങ്, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടും. നാടൻ സാധനങ്ങൾ കുറെ കിട്ടും. എങ്ങനെയാ പഴുത്താണോ? ഇതിന്റെ ഉള്ളിൽ പുഴു ഉണ്ടാവോ? നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അല്ല ചപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല, ചേട്ടനായതുകൊണ്ട് ചിലപ്പോ കിട്ടും. പറയാൻ പറ്റില്ല. ശരിക്കും കടുമാങ്ങ തന്നെയല്ലേ? കടുമാങ്ങ പഴുക്കം തന്നെയല്ലേ? ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ ചിരവി എടുത്തിട്ട് കുറച്ച് ദിവസമായി. നമ്മളെപ്പോഴും ഇങ്ങനെ കുത്തി മിക്സിയിലിട്ട് അടിക്കുന്ന പരിപാടി ചെയ്യാറ്. കള്ളത്തരം എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണി. മമ്മി പഠിപ്പിച്ചത് കള്ളത്തരം. അപ്പൊ ഇന്ന് അതിനൊന്ന് പൊടി തട്ടി എടുക്കണം. തുരും പിടിച്ചാവോ അറിയാം. ആണ്, ഇരുന്ന് ചേരവന്തേ ഉള്ളു നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള തേങ്ങ പൊതി നടക്കാൻ പോവാണ്. വൻ തേങ്ങ പൊതി, ഒരെണ്ണം തേങ്ങ ഞാൻ പൊതിച്ചു. ഇനി അടുത്ത സന്നജാരം
കുഞ്ഞു തേങ്ങയാണല്ലേ ഇതിലുണ്ട്. ഞാൻ കുഞ്ഞിനെ പച്ച കണ്ടപ്പോ എടുത്തോ. 3 മതി. ചെറുതാണെങ്കിൽ നമുക്ക് നോക്കാം. ഏകദേശം അളവ് വെച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയില്ലല്ലോ. ഇത് മതി. ചേട്ടന് കഴിക്കണേ. ഇത് മറ്റേ സിനിമയില് അപ്പുറത്ത് പുറത്ത് മതിലിന്റെ അപ്പുറത്ത് ആരാന്ന് ചോദിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ കൊച്ച സ്റ്റീവിന്റെ സെയിം ഏജ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ശർക്കരേനെ ഉരുക്കാൻ വെക്കാം. എന്നിട്ട് തേങ്ങ ചേർക്കണം. നല്ല മധുരം കണ്ടിരിക്കട്ടെ. ശർക്കരയുടെ കളറുണ്ടോ? ഇട്ടുപ്പന്നെ അരിഞ്ഞു അല്ലേ? വെള്ളത്തിന്റെ ഒരു ഇത്. പക്ഷെ ഇതുണ്ടാവും. അല്ലടി ഇതിന്റെ ഉള്ളില് ഒരെണ്ണത്തിന് ഇത്ര വെള്ളം ഒഴിച്ചാൽ ഇത്ര സാധനം ഉണ്ടാവില്ലേ? അത് ഉരുക്കി എന്റെ അരിച്ച് പിന്നെ തേങ്ങ ഇട്ട് വിളയിക്കണ്ടേ. കൊറേ പരിപാടികളുണ്ടെന്ന്. തേങ്ങ ചേരാനുള്ള സാധനം എടുക്കട്ടെ. എന്തായാവോ എടുക്ക് എനിക്ക് സമയമില്ല. ഓക്കെ. എങ്ങനെ ഇരുന്നായിരുന്ന ചെലവിയ ഉപയോഗിക്കാണ്ട് മാറാല പിടിച്ച് ഞാൻ പറഞ്ഞ തുമ്പത്ത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ? കഴുകിയ കൂടി. ഓക്കെ, എന്നാ കഴുക. തേങ്ങ നമുക്ക് വെട്ടണ്ടേ. അപ്പം അങ്ങനെ നമ്മുടെ ശർക്കര അലിഞ്ഞ് ചേർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. തേങ്ങ കഴിയുമ്പോ മതിയാ? കഴിയുമ്പോ തരാം. കഴിയുമ്പോ പണി തരാം. ഇരിക്കാൻ പറ്റണ്ടേ? ഞാൻ ചേട്ടനോட സമയം പറഞ്ഞോളൂ. അയ്യോ ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചു നേരം കഴിയുമ്പോ കേട്ടാ. കരട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കേട്ടോ അത്യാവശ്യം കരട്. ഞാൻ കാണിച്ചു തരാം. കരട് ഇത്രയും കരടുണ്ട്. ഞാൻ മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിടണം. കഴിഞ്ഞ ചേട്ടാ അപ്പൊ നമ്മുടെ തേങ്ങ ചെറിയ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തോളാം. ആ ഞാൻ
അപ്പോൾ അതങ്ങനെ തേങ്ങയും ശർക്കരയും അതിലേക്ക് ചുക്കും ഏലക്കായൊക്കെ പൊടിച്ചിട്ടുട്ടാ. അപ്പോൾ അതുകളെ ഇട്ട് ഒന്ന് ഡ്രൈ ആയി വരണ്ടോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു കേട്ടാ. സനയാണ് തൃശ്ശൂർക്ക് അർജൻറ്റായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ സനയാടെ പോയി. എനിക്കാണെങ്കിൽ ഗ്രേസിൻ്റെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റായി പോകും. അവരെന്തേലും പ്ലേ സ്കൂളിലാണല്ലോ ഗ്രേസ് സ്റ്റീവ്. എനിക്ക് ചാലക്കുടിക്ക് പോകാൻ. അപ്പോൾ കുറച്ച് നേരം ഉള്ളു മീറ്റിംഗ്. അപ്പോൾ പോയി വന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കോഴിക്കോട്ടെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റില്ല. സന്നിധാനാണെങ്കിൽ പോകേണ്ട വന്ന കാരണം എല്ലാം അങ്ങടും ഇങ്ങടും അവതാളത്തിലായി. അല്ലെങ്കിൽ സന്നിധാനം പോയാൽ മതിയായിരുന്നു സ്കൂളിലേക്ക്. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് വരട്ടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോയി വന്നിട്ട് വേഗം പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. ഇതൊന്ന് വേഗം ഡ്രൈ ആവട്ടെ. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ കേട്ടാ. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വന്നു കേട്ടാ. തിരിച്ചു വന്ന് വേഗം റെഡി ആയിട്ട് നമ്മൾ കൊഴുക്കട്ടയിലുള്ള ബാക്കി പരിപാടികൾ ചെയ്യാൻ പോവാണ്. ഗ്രേസും സ്റ്റീവും ഇത് ഉരുട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണുണ്ട്. കോഴിക്കോട്ട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കോഴിക്കട്ട ഉണ്ടാക്കൽ കഴിഞ്ഞു. ആ കൊഴുക്കട്ട കൊഴുക്കട്ട ചൂടുണ്ട്. ഇത് ഭയങ്കര വലിയ സൈസിലാണ് ഒരു ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഗ്രേസ് ഉണ്ടാക്കിയത് ചേർന്ന്. ആ സ്റ്റീവന്റെ ഡൈനോസറിന്റെ ഇടയിൽ കാണിക്കണം. ഓക്കെ മോനെ ചൂടുണ്ട്. ഓക്കെ നോക്കേ പ്രാർത്ഥിച്ചിട്ട് അമ്മാമ തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിലാമേ. ആഹാരം പോലെ ഞങ്ങളുടെ സ്വസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസം ഞങ്ങൾ ഒരുമിച്ച് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയുമുള്ള സമയങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കഴിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കയ്യിലിട്ട് വിട്ടാൻ പോകും. അമ്മക്ക് ചൂടായതുകൊണ്ട് ഈ സൈഡിൽ ഞാൻ അമ്മയ്ക്ക് എന്താണ് അമ്മ എടുത്തോ, ഞാൻ തരാം. അപ്പൊ എല്ലാവർക്കും കൊഴുക്കട്ട ആശംസകൾ. അതെ, ഒന്ന് ലേറ്റ് ആയാലും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം. വെറുതെ ഉണ്ടാക്കി
അമ്മ കഴിച്ചോ? മുമ്പൊക്കെ ആണെങ്കിൽ സെലീനാമ്മ അങ്ങനെ ഉണ്ടാക്കും. ഓർമ്മയുണ്ടോ ഉണ്ടാക്കാറുള്ളത്? എന്റെ അടുത്തുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പതേ സനചേട്ടൻ ചേച്ചിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യം ലേറ്റ് ആയിപ്പോയി, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ സംഭവം റെഡി ആവാറുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ ആവില്ലല്ലോ ഇപ്പോഴും. എങ്ങനെ അല്ല, അങ്ങനെയല്ല, നമ്മൾ പണ്ട് ചെയ്യാറുള്ള വെച്ച് നോക്കുമ്പോ അതന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ. ഭയങ്കര ചെക്കിംഗ് ആണ് ഇലക്ഷൻ ആയതുകൊണ്ട്. അതാണ് ഞാൻ ചാലക്കുടി പോയപ്പോ മറ്റേ പട്ടാളക്കാരുടെ പോലത്തെ നാളെ മറ്റേ ഇത് തൃശ്ശൂര് നമ്മളാ പാലല്ലേ, പാലത്തിന്റെ അവിടെ ഫുൾ പാടത്ത് നമ്മള് ലോട്ടറി എടുക്കാറില്ലേ, അവിടെ മിലിറ്ററി ഉണ്ടായിരുന്നു. അപ്പോ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ബൈ ബൈ. വീട്ടിൽ പോകും. അവിടെ നേരെ പൂട്ടാ വരില്ലേ? ഓക്കെ ഓക്കെ. മഴ പെയ്യാൻ പോകുന്നു, മിക്കവാറും നനഞ്ഞു കുളിച്ച് വരും. ശരി എന്നാ. ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം.